തുഷാരഗിരി ഡാമിൻ്റെ അവിടുന്ന് വള്ളംകെട്ടത്തിൻ്റെ അവിടുന്ന് എല്ലാവരും തിമിർത്ത് നല്ല ഇതിൽ പാറക്കെട്ടിൻ്റെ ഉള്ളിലും വെള്ളത്തിൻ്റെ അടിയിലൊക്കെ എല്ലാവരും പോയി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയി കിട്ടുക. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പൂക്കോട് ലൈക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ബേഡിൻ്റെ പാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ അവിടേക്കാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റിന് എത്രയോ വില 720 രൂപ വന്നു. 12-14 ടിക്കറ്റിനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അടച്ചിട്ടിട്ടുണ്ട്, കുറേയൊക്കെ ഇതാക്കിയിട്ട്. അപ്പോൾ പക്ഷികളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ തീറ്റ വെച്ചിടുമ്പോൾ അവർ വന്നിട്ട് നമുക്കത് കയ്യിൽ കൊത്തി തിരുമ്പോൾ അതൊക്കെ ഒരു രസം. ലിഞ്ചിൻ്റെ കയ്യിൻ്റെ അടിയിൽ നിന്ന് വലിയ പക്ഷിയായപ്പോൾ അവൾക്ക് പേടിയായി. നിവിൻ്റെ 2 പക്ഷീനെ നിവിൻ്റെ കയ്യിൻ്റെ അടിയിൽ ലിഞ്ചിൻ്റെ കയ്യിൽ കാരണം പകർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സന്തോഷം, കാണാൻ ജനങ്ങൾക്ക് ഒരു സന്തോഷം തന്നെ. പക്ഷേ ഈ പറക്കണ പക്ഷികളെയൊക്കെ പിടിച്ചിടുമ്പോൾ ഭയങ്കര സത്യത്തിലൊരു വിഷമമല്ല. പക്ഷേ ഈ പക്ഷികളുടെ അവിടെയൊക്കെ അവർക്ക് നല്ല സൗകര്യങ്ങളും പറക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കാൻ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. പിന്നെ ഇവിടെ അക്കു ഉണ്ണീൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീൻ്റെ കൈ അടുത്തേക്ക് ഒരു പക്ഷീനെ കൊണ്ടുപോകണം ഇഷാൻ്റെ അടുത്തേക്ക്. പക്ഷേ ഇഷാൻ നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷെ അവനവിടുന്ന് വേഗം മാറ്റിയിട്ടാണ് ഞങ്ങൾ പൊടിയുടെ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട്. അക്കു പറഞ്ഞു ഞാൻ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അവനവൻ മുകളിൽ കയറി. പിന്നെ അതേ സീനും മീനൊക്കെ ഓരോ പക്ഷീനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതേ നമ്മളുടെ ലിഞ്ച് ഒരുവിധം എല്ലാ വീഡിയോസും പിടിക്കുന്നുണ്ട് കേട്ടോ. ലിഞ്ചു ഒക്കെ സെൽഫി ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അമ്മയും മോളും ഉച്ചയ്ക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സ് ഇട്ടു. അപ്പോൾ അത് അടിപൊളിയായി, എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ എല്ലാം ഒരുവിധം പക്ഷികളെയും പൂച്ചകളെയും പട്ടികളുടെയും എല്ലാ ഇതും അവൾ പിടിച്ചിട്ടുണ്ട്. ഈ കുതിരനൊക്കെ ഈ കുതിര എന്നാ പേര്, ഒരേ വർഗത്തിൽപ്പെട്ട കുതിര എന്നുള്ളൊരു. പിന്നെ ഒരു ഒട്ടകപക്ഷി, ഒരു കുതിര, അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ നല്ലൊരു നായയുണ്ട്, വില കൂടിയ നായ. അവരൊക്കെ കൂട്ടിലിട്ട് അവരിക്കുന്നുണ്ട്, വിഷമിച്ചിട്ട് എന്നെ കൊണ്ടുപോകുക എന്നുള്ള ഭാഗത്തിൽ അവൻ്റെ ഇരിപ്പ് അവരെയൊക്കെ കാണുമ്പോൾ ഇതിലൊരു സങ്കടം തോന്നി. ഞാൻ അവരുടെ അടുത്തൊന്നും അധികം നിന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇവരെന്നെ ഇങ്ങനെ അടച്ചിട്ട്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഓടി കളിക്കേണ്ട മക്കളല്ലേ, അങ്ങനെ ഒരു വിഷമം എനിക്ക് തോന്നി. അല്ല, നമ്മളും ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നുണ്ടാവും. അങ്ങനെ കിളികളുടെ ഇവിടെ ചെന്നപ്പോൾ കിളികളെ എപ്പോഴും നമുക്കൊരു നല്ലതായിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ കുഴപ്പമില്ല. അവർക്ക് പറക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. സീക്കോനാണെങ്കിൽ ഒരു പാമ്പിനെ തോളിലിട്ട് വിട്ടാം 200 രൂപ കേട്ടോ. ഇങ്ങനെ ഈ പാമ്പിനെ പ്രത്യേകമായിട്ട് തോളിലിട്ട് കഴുത്തിലിടണമെങ്കിൽ. അപ്പോൾ സീക്കോന അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ വാത്തയാന്ന് തോന്നുന്നു, അതിനെ തീറ്റ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫീഡ് ചെയ്യണം ഞാൻ. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു അവിടെ നിൽക്കണം കുട്ടിക്കോപ്പ. ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അവിടെയൊക്കെ ഓരോ ജോലിക്കാർ നിർത്തിയിട്ടുണ്ടാവും നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ആൾക്കാർ പെൺകുട്ടികളോ ആൺകുട്ടികളോ. എൻ്റെ ഈ വീഡിയോ പിടിക്കുന്ന അവിടെ നിന്ന് ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണാണ്. അവൾ പറഞ്ഞു ഞാൻ പിടിച്ചൊരു ചേച്ചിയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പക്ഷികൾ 2 എൻ്റെ കൈ വന്നപ്പോൾ അവൾ എനിക്കത് പിടിച്ചു തന്നതാണ്. അപ്പോൾ എനിക്കതൊരു സന്തോഷം തോന്നി. നമ്മുടെ കൈൻ്റെ അടിയിൽ അങ്ങനെ അവർ വന്നിരുന്നപ്പോൾ. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തോന്നി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരട്ടാ. പാമ്പിനെ കഴുത്തിലിട്ടിരുന്ന വേറൊരു ഇതുവാൻ അക്കു. സീക്കോൻ്റെ പോലെയല്ല, ഭയങ്കര പേടി വന്നു. പിന്നെ ഇതുമ്പോൾ തൊട്ട് നോക്കണം. അപ്പോൾ ഫ്രീസായാണ് ഐസാന്ന് പറയണം. അപ്പോൾ നല്ല ഐസ് പോലെ ഇരിക്കണേ. അവൻ്റെ കഴുത്തിലിട്ടെങ്കിലും അവനത് കോൺഫിഡൻറ്റ് വരുന്നില്ല, ഭയങ്കര പേടി അവന്. അവസാനം അവൻ ഉഴിഞ്ഞ് നിന്നിട്ട് ബാലം പിടിച്ചിട്ട് അക്കു നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ പറഞ്ഞപ്പോൾ അവൻ കണ്ണാട വയ്ക്കട്ടെ പറഞ്ഞു. അങ്ങനെ അവൻ കണ്ണാട വെച്ചിട്ട് വരുമ്പോഴേക്കും പാമ്പ് പതുക്കെ തല ഉയർത്തി തുടങ്ങിയിട്ടോ. പാമ്പ് തല ഉയർത്തി തുടങ്ങിയപ്പോൾ അക്കു ഇടയ്ക്കിടയ്ക്ക് ഓളി ഇടുന്നുണ്ട് പേടിച്ചിട്ട്. പാമ്പ് തല ഉയർത്തി വരുന്നത് കണ്ട വശം അക്കു ഒരു ജാതി ഓളി ഇടലുണ്ട് കേട്ടോ. ചിരി വരും. എല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ ചിരിച്ചു. ഇതുകൊണ്ട് അവനൊരു കോൺഫിഡൻറ്റ് അവൻ്റെ മുഖത്തില്ല. കഴുത്തിലേക്ക് അറിഞ്ഞുകൂടിയപ്പോൾ അവൻ്റെ ജീവൻ പോയി. എല്ലാവരും നോക്കി ചിരിക്കാന്നുണ്ട്. അത്ര പേടിയായിട്ടാവാൻ നിൽക്കണം. സീക്കോന അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് ധൈര്യം ഇല്ല, പാമ്പിനെ തോളിലിടാനുള്ള ധൈര്യം ഇല്ല. എന്നാലും അവൻ ഇട്ട് വിട്ടാ.